ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണല്ലോ. പിന്നെയും നാണം കെട്ട് കേറി വന്നു അല്ലേ? പ്രകാശേട്ടാ, ഹലോ, ഇതേ പൊതുമുതലല്ല. മനസ്സിലായില്ല. പ്രകാശിന്റെ പണം മുടക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണെന്ന്. പ്രകാശിന്റെ കുടുംബത്തിന് മാത്രം കഴിക്കാനുള്ളതാണെന്ന്. എന്ത് ഇച്ചിത്തരായി പറയുന്നേ? ഇവിടെ 2 ചെലവും 2 അടുക്കളയാണെന്ന് ഹരിത അറിഞ്ഞിട്ടില്ല. അന്നത്തിന്റെ കാര്യത്തിലെങ്കിലും അല്പം മര്യാദ കാണിച്ചൂടെ? ഹരിത ആഹാരം കഴിക്കട്ടെ. പക്ഷേ പിണങ്ങിപ്പോയി അച്ചിയുടെ കാല് പിടിച്ച് തിരികെ കൂട്ടിക്കൊണ്ട് വരുമ്പോ അവൾക്ക് വേണ്ട ഭക്ഷണം കൂടി കരുതണമായിരുന്നു. അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതേ പ്രകാശിന്റെ അവതാരമാണെന്നുള്ള ബോധമെങ്കിലും വേണം. ഓ, ഒരു ഔദാര്യക്കാരൻ. ജോലിയും കൂലിയുള്ള കാലത്തെ ഈ വീട്ടില് തീ പുകയാൻ കുറെ കാശ് പൊടിച്ചിട്ടുള്ളവളാ എന്റെ ഹരിത. അന്ന് ഹരിതയുടെ ചെലവിലുള്ള ഭക്ഷണം കുറെ ഓസിയിട്ടുള്ള ആളാണ് ഇന്ന് അവൾ ഒരു ചപ്പാത്തി എടുത്തപ്പോ കണക്ക് നിരത്തുന്നത്. നേരത്തോടാ, കാശുണ്ടാക്കുന്നവന്റെ ദണ്ണേ നിനക്കറിയില്ല. എന്റെ ഭാര്യ ആഹാരം കാണാത്ത വീട്ടിൽ വളർന്നവളൊന്നുമല്ല. ചെറ്റത്തരം കാണിക്കുമ്പോ അത് ആരോടെ കാണിക്കുന്നെന്ന് ആലോചിക്കുന്നത് നല്ലതാ. എച്ചികളല്ലേലും എന്നും എച്ച് തന്നെയാ. നീയാടാ എച്ചി. നീയാ 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 എച്ചി എച്ചി. പൊട്ടിക്കടാ, പൊട്ടിക്കൂടാ, എന്നെ പൊട്ടിക്കാൻ. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട അച്ഛന്റെ പെൻഷൻ പണം തട്ടിയെടുത്ത് കുടുംബം തൊലച്ചിട്ട് ആള് കളിക്കുന്നോടാ നീ. അച്ചിയുടെ വിശപ്പടക്കാൻ പോക്കില്ലെങ്കിലേ അവളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങടാ. ചേട്ടത്തരം പറയരുത്. പറയാ തന്നെയല്ലടാ. എന്നെ അടിച്ച് കർണം പൊട്ടിക്കടാ. അടിച്ച് കർണം പൊട്ടിക്കുക മാത്രല്ല.